സ്കോറോ ഹെൽത്ത് കെയറിൻ്റെ കോഴിക്കോട് വെസ്റ്റിലുള്ള ഓഫീസിന് മുമ്പിലും ജീവനക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. വെള്ളിയാഴ്ച ഓഫീസിലെത്തിയപ്പോൾ വളരെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ ഒരു പിരിച്ചുവിടൽ നോട്ടീസ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെയാണ്. പ്രതിഷേധിക്കാൻ തന്നെയാണ് നമുക്ക് എന്താ ഇനിയിപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഇല്ല ഞങ്ങൾക്ക്. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി കൺസേൺഡ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ റീസൺ തരുന്നവരെ നമ്മളിവിടെ ഇരിക്കും. അതോറിറ്റീസ് എന്താ പറയുന്നത് നമുക്ക് കേൾക്കണം. ഒരു പ്രോപ്പർ റീസൺ വേണം. എന്തുകൊണ്ടാണ് കേരളത്തിന് ചൂസ് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഷട്ട് ഡൗൺ ചെയ്യാനുള്ള റീസൺ പറഞ്ഞത് അവർക്ക് റവന്യൂ ഇല്ല എന്നുള്ളതാണ്. ബട്ട് അവർക്ക് റവന്യൂ ഉണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് CSR അവാർഡ് അവർക്ക് കിട്ടിയത്. 500 to 1000 crores വരെ ഈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് കിട്ടേണ്ട ഒരു അവാർഡാണ് CSR അവാർഡ് എന്ന് പറയുന്നത്. ഓവർ ടൈം ജോലി ചെയ്യിപ്പിക്കുക അങ്ങനെയുള്ള ഒരു ചൂഷണത്തിന് ശ്രമം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ അങ്ങനെ ഓവർ ടൈം ചെയ്യുമ്പോൾ നമ്മൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. നമ്മൾ വർക്ക് ചെയ്യെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. 7ഓളം കംപ്ലൈൻറ്റ്സ് ഇവിടുന്ന് ലാബർ കോർട്ടിലേക്ക് പോയിട്ടുണ്ട്. കോഴിക്കോടും കൊച്ചിയിലുള്ള കോഡേഴ്സ് ബെസ്റ്റ് കോഡേഴ്സ് ആണ്. അവർക്ക് അത്രയും തോനെ നമ്മൾ ക്വാളിറ്റിയും പ്രൊഡക്ഷനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് ഓവർ ടൈം, അതായത് സൺഡേസ് സാറ്റർഡേസ് ഒക്കെ അവർക്ക് വർക്ക് ചെയ്യണം. അപ് ടു 8 വരെ അല്ലെങ്കിൽ 9th വരെ അവർക്ക് വർക്ക് ചെയ്യണം. പക്ഷെ അത് ഇവിടെ കേരളത്തിലെ ലേബറുമായിട്ട് നടക്കത്തില്ല. അതായത് ലേബർ കോർട്ടിന് ഇഷ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലായിട്ട് തന്നെ ആരും തന്നെ 6:30 ശേഷം ഓഫീസിൽ ഇരിക്കരുത് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും കമ്പനിക്ക് അത് പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേരളത്തെ ചൂസ് ചെയ്യാൻ കാരണം. കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് പേരധികം വന്നിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് എടുത്ത് 2 വർഷം കണ്ടിന്യൂസ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കോയമ്പത്തൂരിലെ എംപ്ലോയീസാണ് കേരളത്തിൽ റീലൊക്കേറ്റ് ചെയ്ത്. കേരളത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രം അവരുടെ പണി ഇപ്പോൾ പോയി. അവർക്ക് എന്താ ആൻസർ ഉള്ളത് കൊടുക്കാൻ? വില കൊടുത്തും പ്രതിഷേധിക്കാൻ തന്നെയാണോ? നമ്മൾ വെറുതെ ഒരു രാവിലെ വന്നിട്ട് നമ്മളെ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒട്ടും അത്. പ്രഗ്നന്റ് ആയ ആളുകളൊക്കെ ഉണ്ടോ? അതെ, ഇവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസും ഉണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങളുള്ള കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇന്നിപ്പോൾ കമ്പനി പ്രതിനിധികൾ എത്തിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇതിപ്പോൾ കൊച്ചിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് ലേബർ കമ്മീഷനുമായിട്ട്. സോ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്താ ഞങ്ങളുടെ സ്പോട്ടിൽ ഇൻഫർമേഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണോ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. കമ്പനി ഒരു മുന്നറിയിപ്പില്ലാതെ യാതൊരു തൊഴിൽ നിയമങ്ങളും പാലിക്കാതെ ഏകപക്ഷീയമായി ഇങ്ങനെ അടച്ചുപൂട്ടിക്കൊണ്ടുള്ള പിരിച്ചുവിടൽ തീരുമാനമെടുത്തു. അതിനെതിരെ പ്രതിഷേധമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിജി നരിപ്പറ്റയ്ക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.